Good morning, all of you. Today we will discuss about market test ratio. This is the last classification of the ratio analysis. The fifth classification, market test ratios. Okay. What do you mean by market test ratio? These ratios are used for evaluating the shares and stock which are traded in the market. It is also known as investors ratio or stock market ratio or market valuation ratio. Market test ratio എന്ന് പറഞ്ഞാൽ these ratios are used for evaluating the shares and stock which are traded in the market. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്ന റേഷ്യോസ്. അതായത് നമ്മൾ ഈ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോൻ്റെ ഒരു ടേം നോക്കിയിട്ടാണ് ആളുകൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ആ ഷെയറിൻ്റെ വാല്യൂ അതിൻ്റെ ഇവാലുവേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോസിനെയാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയുക. ഇതിൻ്റെ മറ്റു പേരുകളാണ് ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ, സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോ ഓർ മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോസ്. ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആർ ഏർണിംഗ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. പ്രധാനപ്പെട്ട 4 റേഷ്യോസാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിലുള്ളത്. EPS, DPS, ഡിവിഡൻഡ് പേ ഔട്ട് ആൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് EPS, ഏർണിംഗ് പെർ ഷെയർ. This ratio helps in assessment of the profitability of a firm from the standpoint of equity shareholders. This measures the profit available to equity shareholders per share. It is calculated by dividing the profit available to equity shareholders by the number of shares issued. The profits available to equity shareholders are represented by the net profit after interest, tax and preference dividend. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ, അതായത് ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഏൺ ചെയ്യും. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാക്കി എല്ലാ പേയ്മെൻറ്റും നടത്തിയതിന് ശേഷം ബാലൻസ് വരുന്ന എമൗണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണോ അതിനെ ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരു ഷെയറിന് എത്ര രൂപ വെച്ചിട്ട് നമ്മുടെ ഒരു ഷെയറിന് എത്ര രൂപ വെച്ചിട്ട് ഏർണിങ്സ് കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് മനസ്സിലാവും. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ദ ഏർണിംഗ് പെർ ഷെയർ ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി കമ്പനി. എ കമ്പാരിസൺ ഓഫ് EPS ഓഫ് ദി കമ്പനി വിച്ച് അനദർ will also help in deciding whether the equity share capital is being effectively used or not. It also helps in estimating the company's capacity to pay dividend on its equity shareholders. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അത് EPS കൂടുതലുള്ള ഷെയറിനാണ് നമ്മൾ കൂടുതൽ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവുക. അതായത് ആളുകൾക്ക് റിട്ടേൺ കൊടുക്കുന്ന ഷെയർസാണ് ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി, അവരുടെ ഏർണിംഗ് കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെഷറായിട്ടാണ് നമ്മൾ EPSനെ കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ പ്രിഫറൻസ് ഡിവിഡൻഡ് 20,000, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് 1 lakh, 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 50,000. കാൽക്കുലേറ്റ് ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റാണ് 20,000 പറഞ്ഞത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh ആണ്. അപ്പോൾ 10,000 ഷെയർസ് ഓഫ് 10 ഈച്ച് ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് 50,000 ആണ്. അതിൻ്റെ 10% ആണ് അവരുടെ ഡിവിഡൻഡ്. 50,000ൻ്റെ 10% ആണ് ഡിവിഡൻഡ്. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡും കൂടി കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരാം. അപ്പോൾ EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ആണ്. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മൊത്തം ഉള്ളത് 20,000 ആണ്. അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ടുള്ള ഈ 50,000ൻ്റെ 10% പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ 50,000 ഇൻറ്റു 10% ദറ്റ് ഈസ് ഈക്വൽ ടു 5,000 ആണ് അല്ലേ. അപ്പോൾ 20,000 മൈനസ് 5,000 ഈസ് ഈക്വൽ ടു 15,000 ആണ് നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇവിടെ തന്നിട്ടുണ്ട്, 10,000 ഷെയർസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് 10,000 ആണ്. അപ്പോൾ EPS ഈക്വൽ ടു 15,000 ഡിവൈഡ് ബൈ 10,000 ദറ്റ് ഈസ് ഈക്വൽ ടു 1.5 പെർ ഷെയർ.
ഒരു ഷെയറിന് എത്ര രൂപ കിട്ടും? ഒരു ഷെയറിന് 1.5 രൂപയാണ് EPS കിട്ടുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് EPS. സെക്കൻഡ് റേഷ്യോ ആണ് ഡിവിഡൻഡ് പെർ ഷെയർ അല്ലെങ്കിൽ DPS. ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ ഷെയർ ഈസ് നോൺ ആസ് DPS. DPS is equal to dividend paid to equity shareholders divided by number of equity shares. നേരത്തെ നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള പ്രോഫിറ്റ് മുഴുവൻ എടുത്തിട്ടാണ് EPS കണ്ടുപിടിച്ചത്. പക്ഷേ എല്ലാ കമ്പനികളും അവർക്ക് കിട്ടുന്ന മുഴുവൻ നെറ്റ് പ്രോഫിറ്റും ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമോ? ഇല്ല, അവർ കുറച്ച് എന്ത് വെക്കും? റിസർവിൽ വെക്കും. ബാക്കിയാണ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ എത്രയാണോ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് എന്ത്? DPS. അതായത് ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് കിട്ടുന്നു, ഏണിങ്സ് ആണ്. എത്ര ഏണിങ്സ് കിട്ടുന്നു എന്നുള്ളതാണ് നേരത്തെ നോക്കിയത്. ഇവിടെ ആ ഏണിങ്സിൽ എത്രയാണ് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുന്നതെന്നാണ് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ, സപ്പോസ് ഇൻ എബോ എക്സാമ്പിൾ ദ കമ്പനി ഡിക്ലെയർ എ ഡിവിഡൻഡ് ഓഫ് 20% ഓൺ ഇക്വിറ്റി ഷെയർസ്, കാൽക്കുലേറ്റ് DPS. അപ്പോൾ കമ്പനി തീരുമാനിക്കുന്നു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 20% ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നോക്കുക, ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്നത് 1 lakh ഷെയർസ് ആണുള്ളത് അല്ലേ? അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20,000 ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ DPS എന്ന് പറഞ്ഞാൽ 20,000 ഡിവൈഡ് ബൈ 10,000, ദാറ്റ് ഈസ് 2 rupees പെർ ഷെയർ ആണ്. 2 rupees പെർ ഷെയർ. ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ് അവിടെ ഡിവിഡൻഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ EPS, DPS, ദെൻ 2 റേഷ്യോസ് കൂടി ഉണ്ട്, പ്രൈസ് ഏണിംഗ് റേഷ്യോ ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അതിൽ പ്രൈസ് ഏണിംഗ് റേഷ്യോ നോക്കാം, PE റേഷ്യോ. ദ പ്രൈസ് ഏണിംഗ് റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ആൻഡ് ഇറ്റ്സ് EPS. In other words, it indicates the number of times EPS is covered by its market price. This ratio is calculated as follows. Price earning ratio is equal to market price per equity share divided by earning per equity share. അതായത് മാർക്കറ്റ് പ്രൈസും ഏണിങ്ങും, ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസും അതിൻ്റെ ഏണിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്ന റേഷ്യോ ആണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദ പ്രൈസ് ഏണിംഗ് റേഷ്യോ ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡിസൈഡിങ് വെദർ ടു ബൈ ഓർ നോട്ട് ടു ബൈ ദി ഷെയർസ് ഓഫ് എ കമ്പനി അറ്റ് എ പർട്ടിക്കുലർ മാർക്കറ്റ് പ്രൈസ്. ആസ് എ റൂൾ ദ ഹയർ പ്രൈസ് ഏണിംഗ് റേഷ്യോ ഈസ് ബെറ്റർ ഇസ് ഫോർ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മളൊരു ഒരു ഷെയർ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കും, അതിൻ്റെ ഏണിങ്സും നോക്കും അല്ലേ? ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കും. നമ്മൾ ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയാൽ ഇത്ര റിട്ടേൺ കിട്ടും അല്ലേ? നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഷെയർ വാങ്ങാൻ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഷെയർ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് പ്രൈസ് ഏണിംഗ് റേഷ്യോ. പ്രോബ്ലംസ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ആ ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ദെൻ ലാസ്റ്റ് റേഷ്യോ ആണ്, ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ബുക്ക് ഓഫ് സുനിൽ എൻ്റർപ്രൈസ് ലിമിറ്റഡ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,77,000, ഇക്വിറ്റി ഡിവിഡൻഡ് പെയ്ഡ് 20%, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ₹50 per share. The company share capital consists of the following: 40,000 equity shares of ₹20 each, 30,000 9% preference shares of ₹10 each. Calculate price earning ratio. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഏണിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏണിംഗ് പെർ ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് 50 ആണ്. ദെൻ EPS കാണണം, നേരത്തെ ചെയ്ത പോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ആണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 2,77,000 ആണ്. അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യാം, 3 lakhന്റെ 9%. അപ്പോൾ 27,000 2 lakhന്റെ 9% എമൗണ്ട് കാണാം. ദെൻ അതിനെ 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40,000 ആണ് ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അപ്പോൾ 6.25 പെർ ഷെയർ. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ടേ. 2,77,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കുക, എന്നിട്ട് കിട്ടുന്ന എമൗണ്ടിനെ ഇക്വിറ്റി ഷെയറിൻ്റെ നമ്പറായിട്ടുള്ള 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 6.25 പെർ ഷെയർ എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ EPS ആയിട്ട് വരുന്നത്. EPS കിട്ടുക ഇതാണ്. അപ്പോൾ പ്രൈസ് ഏണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ EPS ആണ്. മാർക്കറ്റ് പ്രൈസ് 50 ആണ്, EPS 6.25 ആണ്. പ്രൈസ് ഏണിംഗ് റേഷ്യോ 8 times, അതായത് നമ്മുടെ വിലയേക്കാൾ 8 times അല്ലേ? നമ്മൾ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വിലയുടെ ഒരു 8 timesോളം വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. ദെൻ ലാസ്റ്റ് വൺ എങ്ങനെയാണ് പ്രോബ്ലം വേണ്ട ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ.
This ratio measures the relationship between the dividend paid to equity shareholders and the earning belongs to them. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻറ്റും അവരുടെ ഏണിങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണുന്ന റേഷ്യോ ആണ് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് DPS/EPS ആണ്. ഡിവിഡൻറ്റ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ. DPS കാണാനും നിങ്ങൾക്കറിയാം, EPS കാണാനും അറിയാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. മുന്നത്തെ എക്സാമ്പിൾ വെച്ചിട്ട് DPS/EPS ഇട്ട് എത്ര ആൻസർ കിട്ടുന്നത് നോക്കുക. This ratio is a good measure of dividend policy of the company. Generally 2 or 3 times is considered to be ideal. ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് പോളിസിയെ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ. സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2 or 3 times കിട്ടിയാൽ സാറ്റിസ്ഫാക്ടറി ആണെന്ന് പറയാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റേഷ്യോ അനാലിസിസിലെ 5 ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് കഴിക്കും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.